ചുങ്കപ്രഹരവുമായി രംഗത്ത് വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ഇന്ത്യയിൽ കോടികൾ കൊയ്യുന്ന നിക്ഷേപങ്ങൾ. US പ്രസിഡന്റിന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലുള്ള ദ ട്രംപ് ഓർഗനൈസേഷനാണ് ഇന്ത്യയിലെ വൻ നഗരങ്ങളിൽ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപമുള്ളത്. അന്വേഷണം. ഇന്ത്യയുടേത് നിർജീവ സമ്പദ്ഘടനയെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പരിഹാസം. കുടുംബവകയായ ട്രംപ് ഓർഗനൈസേഷൻ പക്ഷേ ഈ ആരോപണം മുഖവിലയ്ക്ക് പോലും പരിഗണിക്കുന്നില്ല. ഇന്ത്യൻ മഹാനഗരങ്ങളിലെ റിയൽ എസ്റ്റേറ്റ് നിക്ഷേപങ്ങളിലൂടെ ട്രംപ് ഓർഗനൈസേഷൻ സമീപകാലത്ത് വാരിയത് ഏകദേശം 170 കോടി രൂപ. എനിക്ക് പുറകിൽ ഈ കാണുന്നതാണ് മുംബൈ വർലിയിലെ 76 നിലകളുള്ള ട്രംപ് ടവർ. 3000 കോടി രൂപയുടേതാണ് പദ്ധതി. മഹാരാഷ്ട്രയിലെ BJP സംസ്ഥാന അധ്യക്ഷനായിരുന്ന നിലവിൽ മന്ത്രിയായ മംഗൾ പ്രഭാത് ലോധയുടെ ലോധ ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. ലോധ ഗ്രൂപ്പ് നിലവിൽ മാക്രോടെക് ഡെവലപ്പേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പൂനെ കല്യാണി നഗറിലെ ട്രംപ് ടവേഴ്സ് 23 നില മന്ദിരങ്ങളാണ്. സലീം അലി പക്ഷി സങ്കേതത്തിന് സമീപം 500 വൃക്ഷങ്ങൾ ബഹുനില മന്ദിര നിർമ്മാണത്തിനായി മുറിച്ചത് വിവാദമായിരുന്നു. നിർമ്മാണ പങ്കാളിത്തമുള്ള പഞ്ച്ശീൽ റിയാലിറ്റിയിൽ NCP നേതാവ് സുപ്രിയ സുലേക്കും ഭർത്താവിനും 8% പങ്കാളിത്തമുണ്ടായതും ആരോപണങ്ങൾക്കിടയായി. രാജ്യതലസ്ഥാന മേഖലയിലെ ഗുരുഗ്രാമിലുള്ള 1900 കോടിയുടെ ട്രംപ് ടവേഴ്സാണിത്. അടുത്ത വർഷം പൂർത്തീകരിക്കുമെന്ന് കരുതുന്നു. ഗുരുഗ്രാമിലെ ഗോൾഫ് കോഴ്സ് എക്സ്റ്റൻഷൻ റോഡിലാണ് ട്രംപ് ടവർ ഓഫീസ് എന്ന ബഹുനില മന്ദിരം ഉയരുന്നത്. മുംബൈ ചൗപ്പട്ടിയിലെ റെസിഡൻഷ്യൽ ടവർ, കൊൽക്കത്തയിലെ ട്രംപ് ടവർ എന്നിവയും പണം വാരാൻ ലക്ഷ്യമിട്ടുള്ള പദ്ധതികളാണ്. ട്രിബേക്കയാണ് ഇന്ത്യയിലെ ഔദ്യോഗിക പങ്കാളി. 2017 വരെ ഡൊണാൾഡ് ട്രംപ് ആയിരുന്നു ദ ട്രംപ് ഓർഗനൈസേഷൻ പ്രസിഡന്റും സിഇഒയും. 2021 മുതൽ ഓർഗനൈസേഷൻ ചെയർമാനാണ് ട്രംപ്. മുംബൈയിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രനും ഗുരുഗ്രാമിൽ നിന്ന് വിനീത വിജിക്കുമൊപ്പം ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.